ഇന്നത്തെ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മറ്റ് ISL ട്രാൻസ്ഫർ അപ്ഡേറ്റ്സുകളുമാണ് നമ്മൾ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. ISLന്റെ പുതിയ സീസണിനായി തകർപ്പൻ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെന്നൈയിൻ എഫ്സിയും ഓവൻ കൊയാലും മുൻ ക്ലബ്ബായ ജംഷഡ്പൂർ എഫ്സിയിൽ നിന്ന് തന്നെ തകർപ്പൻ സൈനിങ്ങുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഡിഫൻഡേഴ്സായ ജിതേന്ദ്ര സിംഗിനെയും ലാൽ ദിൻപുയെയും ചെന്നൈയിൻ എഫ്സി സ്വന്തമാക്കിയപ്പോൾ വിദേശ സെൻട്രൽ ഡിഫൻഡറായ എൽഷിനോയെയും സ്വന്തമാക്കി ഡിഫൻസിൽ പക്ക സ്ട്രോങ് ആക്കിയിരിക്കുകയാണ് ചെന്നൈയിൻ എഫ്സി. കൂടാതെ ജംഷഡ്പൂരിൽ നിന്ന് തന്നെ നൈജീരിയൻ സ്ട്രൈക്കർ ഡാനിയൽ ചിയുമിയെയും നിലവിൽ ചെന്നൈയിൻ എഫ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. വൈകാതെ ഒഫീഷ്യൽ എത്തിയേക്കും. അതുപോലെ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ജൂലൈ ഫസ്റ്റ് വീക്കിൽ കോച്ചും മുഴുവൻ താരങ്ങളും തായ്ലാന്റിൽ 2 ആഴ്ച നീളുന്ന മികച്ച പരിശീലന സൗകര്യങ്ങളും മികച്ച ടീമുമായുള്ള സന്നാഹ മത്സരങ്ങളും അടങ്ങുന്ന പ്രീ സീസൺ നടത്തിയേക്കും. ശേഷമായിരിക്കും ഡ്യൂറന്റ് കപ്പിനായി കൊൽക്കത്തയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോവുക. കൂടാതെ ഇന്നലെ സഹപരിശീലകനെയും സെറ്റ് പീസ് പരിശീലകനെയും ടീമിലെത്തിച്ച ബ്ലാസ്റ്റേഴ്സ് അണിയറ സംഘത്തിന് ബലം കൂട്ടിയിട്ടുണ്ട്. സഹപരിശീലകനാണെങ്കിലും അനുഭവ സമ്പത്തിൽ പരിശീലകനായും സ്പോർട്ടിംഗ് ഡയറക്ടറായും കപ്പടിച്ചും നേട്ടങ്ങളുമായി വരുന്ന സ്വീഡിഷ് സഹപരിശീലകൻ ബോൺ വെസ്ട്രോമും സെറ്റ് പീസിൽ അഗ്രഗണ്യനായ പരിശീലകൻ ഫെഡറിക് പെരേരയുമാണ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുള്ളത്. കൂടാതെ മലയാളി സഹപരിശീലകൻ TG പുരുഷോത്തമനും ഗോൾ കീപ്പിംഗ് പരിശീലകൻ സ്ലാവനും കോച്ചിംഗ് സ്റ്റാഫിൽ തുടർന്നേക്കും. അതുപോലെ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തായ്ലാന്റിൽ മുഴുവൻ സ്ക്വാഡുമായി ബ്ലാസ്റ്റേഴ്സ് എത്തുമ്പോൾ ജൂൺ 30 മുമ്പായി തന്നെ മുഴുവൻ ഇന്ത്യൻ വിദേശ സൈനികങ്ങളും ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.